ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 9 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ വളർച്ച ശക്തിപ്പെടുത്തുന്നതിന് നവചേതനയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം. ദയവായി 14-ാം ഗൃഹസന്ദർശനത്തിന് മുൻപ് ഈ വീഡിയോ കണ്ടു എന്ന് ഉറപ്പുവരുത്തുക. ഗൃഹസന്ദർശന വേളയിൽ 9 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ കൈവരിക്കേണ്ട പ്രധാന വളർച്ചാ ഘട്ടങ്ങളെക്കുറിച്ച് മാതാപിതാക്കളോട് വിശദീകരിക്കുക. അതിനുശേഷം വീഡിയോയിൽ നിർദ്ദേശിക്കുന്ന ലളിതമായ പ്രവർത്തനങ്ങൾ കുഞ്ഞിനൊപ്പം ചെയ്ത് മാതാപിതാക്കളെ കാണിക്കുക. ഇത് കണ്ടുപഠിച്ച ശേഷം എല്ലാ ദിവസവും കുഞ്ഞിനോടൊപ്പം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ മാതാപിതാക്കളെയും മറ്റു കുടുംബാംഗങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. ഈ പ്രവൃത്തികളിലൂടെ സാധാരണഗതിയിൽ 9 മാസം പ്രായമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇരുവശങ്ങളിലേക്കും ഒരുപോലെ ഉരുളുക. കളിപ്പാട്ടങ്ങൾ പിടിക്കാൻ എല്ലാ വിരലുകളും ഉപയോഗിക്കുക. പരിചിതമായ മുഖങ്ങളോ കളിപ്പാട്ടങ്ങളോ നോക്കി തലതിരിക്കുക. മുന്നിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കളിപ്പാട്ടങ്ങൾക്കായി തിരയുക. പേര് വിളിക്കുമ്പോൾ പ്രതികരിക്കുക. കുഞ്ഞിനോടൊപ്പം എല്ലാ ദിവസവും സ്നേഹത്തോടെ ഇത്തരം ലളിതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഈ വളർച്ചാഘട്ടങ്ങൾ കൃത്യസമയത്ത് കൈവരിക്കാൻ അവരെ സഹായിക്കുന്നു. നവചേതന നിർദ്ദേശിക്കുന്നതനുസരിച്ച് 9-ാം മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട പ്രധാന പരിശീലനങ്ങൾ: താഴെയിടുന്നത് രസമാണ്, ഉരുട്ടുകയും ഒപ്പമെത്തുകയും, പ്രവൃത്തിയെ കാണിക്കുന്ന പദങ്ങളും പ്രവൃത്തിയെ കാണിക്കുന്ന ശബ്ദങ്ങളും, ഭക്ഷണസമയ സംഭാഷണങ്ങൾ. ഭക്ഷണസമയ സംഭാഷണങ്ങളിലൂടെ ഈ അമ്മ തന്റെ കുഞ്ഞിന് എങ്ങനെയാണ് ഭക്ഷണത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ നൽകുകയും കളിയിലൂടെ പുതിയ വാക്കുകൾ പഠിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വിശക്കുന്നുണ്ടോ? വാവയ്ക്ക് വിശക്കുന്നുണ്ടോ? വാ, നമുക്ക് പാപ്പം തിന്നാലോ. വാ തുറന്നേ, പതുക്കെ പതുക്കെ പതുക്കെ. ഇനിയും വേണോ? മിടുക്കൻ. അതെ, ഇത്തരം ലളിതമായ കാര്യങ്ങൾ പതിവായി ചെയ്യുന്നതിലൂടെ ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ 3 വർഷത്തെ വളർച്ചയ്ക്ക് കരുത്തുറ്റ പിന്തുണ നൽകാൻ കുഞ്ഞിനെ പരിചരിക്കുന്നവർക്ക് സാധിക്കും.